എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ജസ്റ്റിൻ രാജ് എന്നാണ്. ഞാൻ ബൈബിൾ ഫെയ്ത്ത് മിഷൻ സഭയിൽ പാസ്റ്റർ ബോർഡ് സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം യൂത്ത് ഡയറക്ടറായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. ഏതാണ്ട് 27 വർഷമായി ദൈവത്തിൻ്റെ വേലയിൽ മിഷണറിയായും സഭാ ശുശ്രൂഷകനായിട്ടും ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. എൻ്റെ 10ാം ക്ലാസ് ജീവിതത്തിലാണ് ഒരു ദൈവവേലക്കാരനായിട്ട് വരണമെന്ന് ചിന്തയുണ്ടായത്. എൻ്റെ മാതൃസഭ എന്നത് CSI സഭയാണ്. മുളയറ ആണ് എൻ്റെ ജന്മസ്ഥലം. ആ മുളയറ സഭയിൽ ഒരു ബ്രാഹ്മണ മിഷണറി വന്നു. ഒരു മിഷണറി സമ്മേളനം നടത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ എനിക്ക് ദൈവനാമത്തിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി പ്രതിഷ്ഠിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അതോടൊപ്പം ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ കുറച്ചുനാൾ പഠനം അതിനുശേഷം എൻ്റെ ആ കാലഘട്ടം രാഷ്ട്രീയത്തിലേക്കും മറ്റുള്ള കൂട്ടുകാരിലേക്കും മാറിയതുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചിന്ത എനിക്ക് പൂർണ്ണമായിട്ടൊന്ന് മാറി. പിന്നെ ജീവിത സമാധാനമോ സന്തോഷമോ അനുഭവിച്ചറിയാൻ കഴിയാതെ എന്നും പ്രശ്നസങ്കീർണമായ ജീവിതം മാറി. ജീവിക്കണമോ മരിക്കണമോ എന്ന ചിന്ത ഉണ്ടായി. ഒരു ആത്മഹത്യയാണ് നല്ലെന്ന് ചിന്തയുണ്ടായപ്പോൾ അതിലേക്ക് ജീവിതം നയിക്കാം എന്ന് ചിന്തിച്ചു. പക്ഷേ ദൈവഗീതം വേറെ ഒന്നായിരുന്നു. മനംതിരിഞ്ഞ മന്ത്രവാദി ബ്രദർ തൊട്ടണ്ണ 2001 കാലഘട്ടങ്ങളിൽ മുളയർ ദേശത്തേക്ക് വന്നു. അതിലൂടെ വീണ്ടും ദൈവഭാഗത്ത് ഞാൻ കടന്നു വന്നു. തമിഴ്നാടിൻ്റെ ഭാഗമായ ഉവരി എന്ന സ്ഥലത്ത് ഒരു മിഷണറിയായി കുറച്ചുനാൾ സേവനമനുഷ്ഠിച്ചു. അപ്പോൾ തന്നെ മുൻകാലത്തെ പ്രവർത്തന ഫലമായിട്ടുള്ള കേസുകളും വഴക്കുകളും കോടതി വ്യവഹാരങ്ങളും എന്നെ നാട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചു. അതിനെ തുടർന്ന് ആ മിഷണറി വേല വിട്ട് ബൈബിൾ ഫെയ്ത്ത് മിഷൻ എന്ന സാധാരണ പട്ടിണിപ്പാവങ്ങളുടെ ഇടയിൽ ഏറ്റവും സമൂഹത്തിൽ ഭിന്നരായ ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം ജനതയുടെ മധ്യേ ദൈവത്തിന് വേല ചെയ്യാൻ താല്പര്യമുണ്ടായി. അങ്ങനെ ബൈബിൾ ഫെയ്ത്ത് മിഷൻ എന്ന പ്രസ്ഥാനത്തിൽ കടന്നു വന്നു. ഇപ്പോൾ ഏതാണ്ട് 26-7 വർഷമായി ഒരു സഭാ ശുശ്രൂഷകനായും അതോടൊപ്പം ഇപ്പോൾ നിലവിൽ യുവജനങ്ങളുടെ ഡയറക്ടറായിട്ടും അതോടൊപ്പം പാസ്റ്റർ ബോർഡ് എന്ന ഒരു സെക്രട്ടറി എന്ന സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. പൗരോഹിത്യം എന്ന ഒരു പദവി ആഗ്രഹിച്ചിട്ടല്ല ദൈവത്തിൻ്റെ വേലയിൽ കടന്നു വന്നത്. കാരണം ഏറ്റവും ഞാൻ ഹീനമായി കരുതിയ ഒരു വേലയായിരുന്നു ഈ പൗരോഹിത്യം. ഒരു മിഷണറിയായി ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ചെന്ന് ഒളിച്ച് വേല ചെയ്യാമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഹീനമായി കരുതിയ ആ ജോലി ചെയ്യുവാനാണ് ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ വേലയിലിറങ്ങി ഒരു പുരോഹിതനായി ആ പൗരോഹിത്യ ശുശ്രൂഷ ഏതാണ്ട് 12 സഭകളിൽ ഭാഗികമായും പൂർണ്ണമായും ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സഭയിലെയും ഞാൻ നിൽക്കുന്ന സഭാ പ്രസ്ഥാനത്തിൻ്റെ വിവിധ സഭകളുടെ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കൾക്ക് വേണ്ടിയുള്ള സെമിനാറുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സുവിശേഷ വേലയിൽ ആദിവാസികളുടെയും മറ്റുള്ള മേഖലയിലൊക്കെയും ചെന്ന് ദൈവത്തിൻ്റെ വേല ഞങ്ങളാലാകുന്ന രീതിയിൽ ചെയ്യുവാൻ ഒരു സഭയുടെ പുരോഹിതൻ നിലയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും എന്നോട് പറഞ്ഞതുപോലെ ഈ പൗരോഹിത്യ ശുശ്രൂഷ അതൊരു ഹീനമായിട്ടാണ് ഞാൻ കരുതുന്നത് പറഞ്ഞു. ഉള്ള കാരണം ഞാൻ എൻ്റെ മാതൃസഭയെക്കുറിച്ച് പറഞ്ഞു. ഞാനായിരുന്ന സഭയിൽ അന്നത്തെ ശുശ്രൂഷകനായിരുന്ന പ്രിയ വൈദികൻ, ഞങ്ങൾ ഒത്തിരി യുവാക്കളുള്ള ഒരു സഭയാണ്. ആ സഭയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനം തന്നു.
പക്ഷേ എങ്കിലും ഞങ്ങളുടേതായ ഈഗോയും ഞങ്ങളുടേതായ സ്വയം ശൈലികളും ഒരുപക്ഷെ അച്ഛനുമായിട്ടുള്ള അകൽച്ച ഞങ്ങൾക്കുണ്ടായി. പിന്നെ പ്രശ്നത്തിന് കാരണമായി. ആ അച്ഛനോട് ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു. അപ്പോൾ തീർച്ചയായും ഈ ഒരു വേല ഒരു വയറ്റിപ്പിഴപ്പിൻ്റെയും മറ്റുള്ള ഏതോ തലത്തിൻ്റെയും എന്ന് ഞാൻ കരുതി. അങ്ങനെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ജോലിയായിട്ട് ഒരിക്കലും ഇത് ഏറ്റെടുക്കാൻ പാടില്ല ചിന്തയോടെ ആയിരുന്നു ദൈവഭാഗത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുരോഹിതനായി ഈ പ്രസ്ഥാനത്തിൽ ആകാൻ വേണ്ടിയല്ല, മിഷണറി പ്രവർത്തനമുള്ള പ്രസ്ഥാനമായതുകൊണ്ട് ഒറീസയുടെ ഭാഗത്ത് മിഷണറിയെ അയക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് കടന്നു വന്നത്. പക്ഷേ വന്ന് കയറിയപ്പോൾ ഒരു മിഷണറി ആയിട്ട് അവിടേക്ക് അയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഒരു ശുശ്രൂഷകനായിട്ട് ഒരച്ഛൻ്റെ കീഴിൽ കടന്നു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അച്ഛൻ കിട്ടിയ വിജയകുമാർ എന്ന ഒരച്ഛനിൽ കൂടി കിട്ടിയ നല്ല ഒരു ട്രെയിനിങ്ങും ദൈവിക സമർപ്പണമുള്ളവനാക്കിയും ദൈവത്തിൻ്റെ വേരിൽ കുറച്ചുകൂടി പൗരോഹിത്യത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയെ മാറി. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും ആ ഹീനമായ ഒരു ജോലിയായി ഞാൻ കരുതിയ ആ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റവും അഭിമാനമായി വളരെ വർഷങ്ങളായി ആ വേല നിന്നുകൊണ്ട് പൗരോഹിത്യം ആ ദൈവം തന്ന ദാനമാണെന്നും ദൈവത്തിൻ്റെ വേലയാണെന്നും കരുതി ഇപ്പോഴും അഭിമാനത്തോടെ അത് നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ഒരു പുരോഹിതന് അനവധി ഗുണങ്ങൾ, വൈശിഷ്ട്യമായ ഗുണങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയുന്നു. ഒന്ന്, ഒരു പ്രാർത്ഥന ജീവിതമാണ്. രണ്ട്, സമ്പൂർണമായ ഒരു സമർപ്പണം. എന്തിനു വേണ്ടിയാണോ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ആയിരിക്കുന്നത് ആ ദൈവനാമത്തിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു ജീവിതമുണ്ടാകണം. മൂന്ന്, ഒരു സാക്ഷി ജീവിതം. സമൂഹത്തിലായാലും സഭയിലായാലും ഭവനത്തിലായാലും ഒരു സാക്ഷ്യം ഉണ്ടാകണം. നാല്, അതോടൊപ്പം കടന്നു വരുന്ന ഒരു ചിന്തയാണ് സാക്ഷ്യം മാത്രം പോരാ, ഒരു മാതൃകാ ജീവിതം. ഒരു പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ, പുരോഹിതനെ വിളിക്കുവാൻ ഉള്ള ശ്രേഷ്ഠമായ ഗുണങ്ങളുടെ ഒരു അനുഭവം, അത് മാതൃകാ ജീവിതമാണ്, അതുണ്ടാകണം. അതോടൊപ്പം അഞ്ചാമത്തെ കാര്യം, വചനം ആഴമായി പഠിക്കുവാനുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകണം. വചനത്തെ ആഴമായി മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേകത ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വചനം വ്യക്തമായി മനസ്സിലാക്കുക മാത്രമല്ല, നമ്മെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറക്കിയ, ദൈവവിളി കേട്ട് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വേലയിൽ ആഴമായ ഒരു വിശ്വാസവും ആ ദൈവത്തോട് ആഴമായ ഒരു ബന്ധവും എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഗുണങ്ങൾ. ദൈവവിളി ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവം അനേകം പേര് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരു ഗുണവിശേഷമായിരിക്കത്തില്ല, പ്രകടമായി കാണുന്ന ഒന്നായിരിക്കത്തില്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉള്ളിലുള്ള ഒരു മനസ്സിനെ അറിയും ദൈവം അപ്രകാരമുള്ള വ്യക്തികളെ വിളിച്ചിറങ്ങിയിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം വിളിക്കുന്നു, പക്ഷേ എല്ലാവരെയും ദൈവം വിളിച്ചിറക്കിയിട്ടില്ല. നമുക്കൊരു അബ്രഹാം ദൈവം വിളിച്ചു, മോശെ ദൈവം വിളിച്ചു. ആ തൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ സമർപ്പണമുള്ള, അതിന് കഴിവുള്ള, അതിന് മനസ്സുള്ള, പ്രത്യേക ജീവിത അനുഭവങ്ങളുള്ള വ്യക്തികളെയാണ് ബൈബിളിൽ വിളിച്ചിറക്കിയത്. ദൈവത്തിൻ്റെ വിളി അത് പരമാധികാര വിളിയാണ്. അതുകൊണ്ട് വിളി എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വേലയിലും ദൈവിക ആ കാഴ്ചപ്പാടിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഉത്തരവാദിത്വമുള്ള, സമർപ്പണമുള്ള, അതിന് കഴിവുള്ള ഒരു കൂട്ടം ജനതയാണ് ദൈവം എപ്പോഴും വിളിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് മാറ്റുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്ന് സഭയിൽ പൊതുവെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഴയ ഒരാത്മീക അനുഭവമല്ല ഇന്ന് നമ്മുടെ സഭയിൽ കാണുന്നത്. ഒരു കാലത്ത്
നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അഭിമാനിക്കുവാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ചെറിയ കൂട്ടത്തിനെങ്കിലും നല്ല ഭവനങ്ങളോ ആരാധിക്കാനുള്ള സ്ഥലങ്ങളോ ഇന്നത്തേതായ ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവർ ദൈവനാമത്തിൽ അവരെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് മറ്റുള്ള എന്തിനേക്കാളും അവർ ആലയത്തോടും ദൈവത്തോടും സ്നേഹമുള്ളവരായി കൂറുള്ളവരായി ഇരുന്ന സമൂഹമായിരുന്നു. പക്ഷേ ദൈവം അപ്രകാരം നന്മ ചെയ്ത ഒരു തലമുറയെ അവിടെ പ്രാർത്ഥന കൊണ്ടും ദൈവിക സമർപ്പണം കൊണ്ടും ദൈവം തലമുറ ഉയർത്തിയപ്പോൾ നമുക്ക് ഇന്ന് സഭകളിൽ ആ ഒരു സമൂഹം ആരാധിപ്പാൻ കടന്നു വരുന്നില്ല. ചിലരൊക്കെ നിരീശ്വരവാദത്തിൻ്റെ പുറകെ പോകുന്നു. വിദ്യാഭ്യാസം കൂടുതൽ ലഭിച്ചാൽ അല്ലെങ്കിൽ ജോലി ലഭിച്ചാൽ പിന്നെ പള്ളി വേണ്ട, ദൈവം വേണ്ട ചിന്ത കടന്നു വരുന്നു. അതുമാത്രമല്ല, ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹം ഒത്തിരി കടന്നു വരുന്നു. അപ്പോൾ ഒരു പുതിയ തലമുറ ആലയത്തോടും ആരാധനയോടും ദൈവത്തോടും വിമുഖത കാണിക്കുമ്പോൾ നമുക്കറിയാം ബഹുസ്വരതയുടെ ഒരു ലോകമാണ്. അതുകൊണ്ട് അവരെ തള്ളിക്കളയുകയല്ല നമ്മുടെ ജീവിതം. നമ്മൾ അവരെ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുക. ആലയത്തിൽ കടന്നു വരാത്ത വ്യക്തികളോട് അല്ലെങ്കിൽ സമൂഹത്തോട് അവരുടെ ഇടയിലേക്ക് ചെന്ന് കൗൺസിലിങ്ങിലൂടെ അവർ ദൈവത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വിമുഖതയ്ക്ക് ഡയറക്റ്റായിട്ട് അവരെ വിമർശിക്കാതെ അവരെ കുറച്ചും കൂടി സ്നേഹം കൊടുത്ത് നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗം മാത്രമല്ല, ദൈവത്തോട് കുറവുള്ളവരായി മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടിയല്ല ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ളവരാണ് നിങ്ങൾ എന്ന് ആക്കി തീർക്കുവാൻ വേണ്ടി അവരെ പലവിധമായ പ്രോഗ്രാമുകളിലൂടെ, ഇപ്പോൾ പള്ളിയിൽ വരാത്തവരാണെങ്കിൽ അവരെ ദൈവനാമത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന സെമിനാറുകളും ആ വ്യക്തികളുടെ ചെന്ന് സുവിശേഷം പറയുകയും നിരന്തരമായ സന്ദർശനങ്ങളും അവരെ നിരന്തരമായിട്ട് ഫോൺ കോളിലൂടെ മീറ്റിൽ വരാനും ഒരു നല്ലൊരു സൗഹൃദം നിലനിർത്തിക്കൊണ്ട് അവരെ തള്ളിക്കളയുവാനല്ല, എങ്ങനെയൊക്കെ അവരെ ദൈവനാമത്തിൽ ചേർത്ത് പിടിക്കുവാൻ കഴിയുമോ അങ്ങനെ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് അവർ സമൂഹത്തോടും ദൈവരാജ്യത്തോടും സഭയോടും ദൈവത്തോടും കൂറുള്ളവരാക്കി മാറ്റുക എന്താണ് നമ്മുടെ എല്ലായിടത്തും. അതുകൊണ്ട് തള്ളിക്കളയുകയല്ല, അവരെ ചേർത്ത് പിടിക്കേണ്ട പദ്ധതികൾ സഭയായും ഒരു ദൈവദാസനായി ഒരു പുരോഹിതനായിട്ട് ആവിഷ്കരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഒരു സമൂഹം അതിൽ വിദ്യാഭ്യാസമുള്ള, രാഷ്ട്രീയമാണ് വലുതെന്ന് കരുതുന്ന, അല്ലെങ്കിൽ സൗഹൃദമാണ് അതിനേക്കാളുപരി ദൈവവചനത്തെക്കാളും ആരാധനയെക്കാളും ഇന്നത്തെ നവമാധ്യമങ്ങളാണ് ഏറ്റവും വലുത് ചിന്തയോടുകൂടി ലഹരിക്ക് വേണ്ടി കഴിവപ്പെട്ട സമൂഹമുണ്ട്. ആരാധിക്കാൻ കടന്നു വരാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, ദൈവ ആലയത്തോടും വചനത്തോടും കൂറു പുലർത്തുവാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരു സമൂഹം. പക്ഷെ അവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ പ്രശ്നം, നമ്മൾ കാലഘട്ടത്തിന് അനുയോജ്യമായ ചിന്തകളാണ് അവരിലേക്ക് പകരേണ്ടത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസികൾ ആരാണ്, അവരെ ഭരിക്കുന്നത് എന്താണ്, അവരുടേതായ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ദൈവശാസ്ത്രം മാറ്റണമെന്നല്ല, പക്ഷേ നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടാകണം. ഇപ്പോൾ വചനം ആണ് അവർ പ്രശ്നമെങ്കിൽ ആ വചനത്തിലൂടെ അല്ലാതെ വേറെ എന്ത് രീതി നമുക്ക് അവരെ ദൈവഭാഗത്തെ കൊണ്ടുവരാൻ കഴിയും. അല്ലെങ്കിൽ ആലയത്തിൽ കടന്നു വരാൻ കഴിയാതെ മൊബൈലിന് അഡിക്റ്റായി കിടക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ആ ഒരു മൊബൈലിൻ്റെ ആ ആധികാരികത എങ്ങനെ കുറയ്ക്കുവാൻ കഴിയും, ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലാക്കണം, പഠിക്കണം. അങ്ങനെ തള്ളിക്കളയാതെ, അതിലേ തള്ളിവിടാതെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സഭയിൽ നിന്ന് മാറ്റി നിർത്താതെ പുതിയ ചിന്തകളോടെ പുതിയ ദർശനത്തോടെ അവരെ പുതിയ ജീവിതശൈലിയോടെ, അല്ലെങ്കിൽ പ്രസംഗത്തിലായിരുന്നാലും ആരാധനയോടിലായിരുന്നാലും പുതിയ ആത്മീക പ്രവർത്തനങ്ങളിലൂടെ ആയാലും സഭയിലേക്ക് ആകർഷിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രസംഗത്തിലും ആശയത്തിലും പ്രാർത്ഥനയിലും അവരുമായി മാറി നിൽക്കുന്ന വ്യക്തികളുമായിട്ടുള്ള സൗഹൃദത്തിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യവും പ്രവർത്തന ശൈലിയും.
പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ശക്തമായ വാചകമുണ്ട്. തന്നെ ഒന്ന് ഉയർത്തി പറയാതെ തൻ്റെ പഴയകാല ജീവിതത്തെ വിളിച്ചു പറയുന്ന ഒരു ചിന്ത എങ്ങനെയാണ്, ഞാൻ പാപികൾ ഒന്നാമൻ. അതിന് പല ആശയങ്ങളും കാണാൻ കഴിയുന്നു. അതിന് പ്രോത്സാഹനം കൊടുക്കുകയല്ല. എൻ്റെ ജീവിതത്തിലും ഒരു ഒരു പൗരോഹിത്യം വഹിപ്പാനുള്ള ഒരു ഗുണമൊന്നും എന്നിൽ ഞാൻ കണ്ടിട്ടില്ല. നാട്ടുകാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വേലയിൽ ഇറങ്ങുവാൻ ഞാൻ ചിലത് ഈ ലോകത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടും പ്രശ്നങ്ങളായിട്ടും എൻ്റെ ജീവിതത്തെ അഭിമുഖീകരിച്ച സങ്കീർണമായ അനുഭവങ്ങൾ, പോലീസ് കേസുകൾ, അടിപിടി കേസുകൾ, കോടതി വ്യവഹാരങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ വഹിച്ചതുകൊണ്ട് ഇന്ന് അപ്രകാരം ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന, രാഷ്ട്രീയത്തിൽ അടിമപ്പെടുന്ന, പ്രശ്നമുണ്ടാക്കി ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളിടയിലേക്ക് ഞാൻ എൻ്റെ മുൻകാല അനുഭവത്തോടുകൂടി അതൊക്കെ വഹിച്ച ഞാൻ എന്തായി തീർന്നു, എൻ്റെ ജീവിതത്തിൻ്റെ മേഖല എവിടെയായിരുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ എൻ്റെ അനുഭവം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, ഞാനൊരു പാപി ആയതുകൊണ്ടാണ്, ആ പാപത്തിൻ്റെ ഒരു അടിമത്തത്തിലേക്ക് ഞാൻ പോയതുകൊണ്ടാണ് ഇന്ന് അപ്രകാരം ഒരുപക്ഷെ ചിന്തയോടെ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ ഇല്ല, നിങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന എൻ്റെ അനുഭവത്തിൽ അവരെ മനസ്സിലാക്കുവാനും ദൈവഭാഗത്തേക്ക് അവരുടെ ഗുണങ്ങളെ പറഞ്ഞിട്ട് നിങ്ങൾ കുറ്റക്കാരല്ല, അതേ കുറവുള്ളവരല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളും ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഞാൻ എൻ്റെ ലൗകിക ചിന്ത, ഞാൻ പണ്ട് ആയിരുന്ന ആ സ്ഥാനത്ത് നിന്നും അനുഭവങ്ങളിലൂടെ എനിക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ പഴയകാല അനുഭവങ്ങൾ എപ്പോഴും എനിക്കൊരു പ്രേരകമായി മാറുന്നു. അതൊരു വിശ്വാസ ജീവിതത്തിലും കുറേ വൈതരണികളുടെ മധ്യേ ഇപ്പോൾ എവിടെയായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ എൻ്റെ പഴയകാല ജീവിതത്തിൽ ഞാനായിരുന്ന ഒരു പഴയ അനുഭവത്തിൽ നിന്നും പുതിയ ഒരു സൃഷ്ടിയായി മാറിയതിലൂടെ കുറച്ച് ആത്മീക അനുഭവങ്ങൾ പങ്കുവയ്പ്പാൻ എൻ്റെ പഴയകാല ജീവിതത്തെ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നു. ഒരു പൗരോഹിത്യം ദൈവം തന്ന ഒരു ദാനമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൗത്യം നിറഞ്ഞ ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ തന്നെ പൗരോഹിത്യം പലപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ ഒരു മനുഷ്യനെ ബന്ധിപ്പിക്കുന്നതായിട്ടും കാണുവാൻ വേണ്ടി കഴിയുന്നു. ഇപ്പോൾ പിന്തിരി നോക്കുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യണം, അല്ലെ ചെയ്യുവാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ സുവിശേഷ വേല 4 ചുവരുകൾക്കുള്ളിൽ മാത്രമായി പോകുന്നു എന്ന് ചിന്ത പലപ്പോഴും ഉണ്ടാകുന്നു. അതിനേക്കാൾ കുറച്ചും കൂടി എൻ്റെ ഭാവി ചിന്തയിലേക്ക് ഈ സുവിശേഷ വേലയിൽ സഭയ്ക്ക് പുറത്ത് ചിന്നിയവരും ചിതറിയവരുമായി കിടക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ആർക്കും വേണ്ടാത്ത കുറച്ച് വ്യക്തികളുണ്ട്. അവരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായി അവരെ സേവിപ്പാൻ ആതുര സേവനങ്ങളിലൂടെ, അല്ലെങ്കിൽ ആശയറ്റ് കിടക്കുന്നവർക്ക് പ്രതീക്ഷ കൊടുക്കുവാൻ, അവരിൽ വെളിയിലേക്കിറങ്ങി അവരിൽ ഒരാളായി അവരുടെ സേവ ചെയ്യുന്ന, ദൈവത്തിൻ്റെ നാമത്തിൽ അവരെ ഉയർത്തുന്ന യേശുവിനെ സകല മാനവർക്കും വേണ്ടി സുവിശേഷം വന്ന ഒരു വചനത്തിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെ, ആതുര സേവനങ്ങളിലൂടെ പുറത്തേക്കൊന്ന് യേശുവിനെ കൊടുക്കുവാൻ അതി ആഗ്രഹമുണ്ട്. അതൊക്കെ കുറച്ചും കൂടി സഭയിൽ നിന്നും പുറത്തേക്ക് സകല വ്യക്തികളിലേക്കും സുവിശേഷം അറിയിക്കുവാൻ ഇടതരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് അതിൻ്റെ വലിയൊരു ആഗ്രഹം കൂടിയാണ്.